വ്യക്തമാക്കുകയാണ്. കാട്ടാക്കടയിലെ കുഞ്ഞിന്റെ മരണത്തിലെ ചികിത്സാ പിഴവ് ആരോപണം തള്ളി മമൽ ആശുപത്രി അധികൃതർ. ആവശ്യമായ ചികിത്സ നൽകിയെന്നും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞിന്റെ അവസ്ഥ ഗുരുതരമായിരുന്നുവെന്നുമാണ് വിശദീകരണം. കുഞ്ഞിനെ കുത്തിവയ്പ് എടുത്തിട്ടില്ല. പരിശോധിക്കാനായി രക്തസാമ്പിൾ ശേഖരിച്ചതിനെ കുടുംബം തെറ്റിദ്ധരിച്ചതാണെന്നും ഡോക്ടർ അരുൺ വാര്യർ പറഞ്ഞു. CPR കൊടുത്തു, ഇൻറ്റിഗ്രേറ്റ് ചെയ്തു, എൻഡോട്രക്കിയ ട്യൂബ് വഴി ബാഗ് ചെയ്തു, എന്നിട്ട് ക്യാനിലിട്ടിട്ട് അഡ്രിനാലിനുള്ള ഇഞ്ചക്ഷൻ ലൈഫ് സേവിംഗ് ആയിട്ട് കൊടുത്തു. ഈ അഡ്രിനാലിനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തത് കൊളാപ്സ് ചെയ്തതിന് ശേഷമാണ്, അതിന് മുമ്പല്ല കൊടുത്തത്. അല്ലാതെ വേറെ ഒരു ഇഞ്ചക്ഷൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ടില്ല. എന്നിട്ട് 20 മിനിറ്റ്സിനൊക്കെ ഞങ്ങൾ ആംബുലൻസിൽ കയറ്റി. ആംബുലൻസിൽ ഞാനും എമർജൻസി ഫിസിഷ്യൻ ഡോക്ടറും സിസ്റ്ററും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ അവരുടെ ഒരു ബൈസ്റ്റാൻഡർ അമ്മൂമ്മയും കൂടെ കയറി. എന്നിട്ട് തൊട്ടടുത്തുള്ള SIT പോയാൽ എത്തൂല എന്നൊരു സംശയം തോന്നിയുകൊണ്ട് SIT അടുത്ത് മമലിയിൽ നിന്ന് കുറച്ച് ദൂരം അപ്പുറത്ത് മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി. സ്വന്തന സാജുവിന്റെ വിവരങ്ങൾ നൽകാൻ. സ്വന്തന, ഈ ശ്വാസതടസ്സവുമായി എത്തിയ കുട്ടിക്ക് 2 ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ ബോധരഹിതയാവുകയായിരുന്നു എന്നുള്ളതാണ്, പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്നത്. ഇതിൽ ചികിത്സാ പിഴവെന്ന ആരോപണത്തിൽ എങ്ങനെയാണ് ഡോക്ടർ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകുന്നത്? ശ്രുതി, കാട്ടാക്കടയിലെ 2.5 വയസ്സുകാരിയുടെ മരണം, അത് കാട്ടാക്കടയിൽ തന്നെ പ്രവർത്തിക്കുന്ന മമൽ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ അവിടെ ചികിത്സാ പിഴവുണ്ടായി. അങ്ങനെ ഈ 2.5 വയസ്സുകാരി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബം പ്രതികരിക്കുകയും വലിയ പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. എന്നാൽ കുടുംബത്തിന്റെ ആരോപണത്തെ പൂർണ്ണമായും തള്ളുന്നതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്ന വിശദീകരണം. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പൂർണ്ണമായും ഈ കുടുംബത്തിന്റെ ആരോപണങ്ങളെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ കുടുംബം പറഞ്ഞിരുന്നത് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു, അവിടെ എത്തി ആദ്യം നെബുലൈസേഷൻ നൽകുന്നു, അതിനുശേഷം 2 ഇഞ്ചക്ഷൻ കുഞ്ഞിന് നൽകി. ആ ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ തന്നെ ആരോഗ്യപൂർണ്ണമായിരുന്ന കുഞ്ഞ് കുഴഞ്ഞു വീഴുകയും പിന്നീട് കുഞ്ഞിന് മരണം സംഭവിക്കുകയുമാണ് ചെയ്തത് എന്നുള്ള കാര്യമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഇത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് കുഞ്ഞിന് പനി ഉണ്ടായിരുന്നില്ല, എന്നാൽ ചെസ്റ്റിൽ വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം കുഞ്ഞിന് നെബുലൈസേഷൻ നൽകിയത്. അതിനുശേഷം ഈ കുഞ്ഞിന്റെ രക്തം പരിശോധിക്കുന്നതിന് വേണ്ടി രക്തമെടുക്കുന്നു. ആ സമയത്താണ് കുഞ്ഞിന് മറ്റ് ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഹൃദയസ്തംഭനം അടക്കമുണ്ടാകുകയും കുഞ്ഞ് കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. ഉടൻ തന്നെ CPR നൽകി. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഇഞ്ചക്ഷൻ, അതിനുശേഷം കുഞ്ഞ് കുഴഞ്ഞു വീണതിന് ശേഷമാണ് ഈ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഇഞ്ചക്ഷൻ നൽകിയത്. ഉടൻ തന്നെ ഇഞ്ചക്ഷൻ നൽകി കുറച്ച് സമയത്തേക്ക് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിരുന്നു. പിന്നീട് വീണ്ടും ആ സ്ഥിതിഗതികൾ വഷളാകുകയും കുഞ്ഞിന്റെ മരണം സംഭവിക്കുകയുമാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. ഇന്ന് ഈ കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടറും അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ എമർജൻസിയിൽ മെഡിസിനിൽ അടക്കമുണ്ടായിരുന്ന ഡോക്ടർമാരുമാണ് മാധ്യമങ്ങളെ കണ്ടത്. കുഞ്ഞിന് ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ അല്ല ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞ് കുഴഞ്ഞു വീണതിന് ശേഷമാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അഡ്രിനലിൻ ഇഞ്ചക്ഷൻ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്നത്. അത് മാത്രവുമല്ല, കുഞ്ഞിനെ പല ഘട്ടങ്ങളിലായി ഇവർ പല ഡോക്ടർമാരെ കാണിച്ചിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും കുഞ്ഞിന്റെ ചെസ്റ്റിന് വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ SIT റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യം, അത് പല ആശുപത്രികളിൽ നിന്നും, മമൽ ആശുപത്രിയിൽ നിന്നും മാത്രമല്ല പല ആശുപത്രികളിൽ നിന്നും റെഫർ ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിലും ഇവർ SIT ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. തങ്ങളുടെ ഭാഗത്തു നിന്നും കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും തങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കുഞ്ഞിന് മരണം സംഭവിക്കുകയാണ് ചെയ്തത്. ഒരിടത്ത് പോലും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ എന്തായാലും വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ എന്താണ് കൃത്യമായി മരണകാരണം എന്നുള്ളതിന് വ്യക്തത വരികയുള്ളൂ. എന്തായാലും കുടുംബത്തിന്റെ ആരോപണത്തെ നിലവിൽ പൂർണ്ണമായും തന്നെ ആശുപത്രി അധികൃതർ തള്ളിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കുടുംബത്തെ ആംബുലൻസിലേക്ക് കയറ്റിയില്ല എന്നുള്ള ഒരു ആരോപണം കൂടി കുടുംബം അന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ മമൽ ആശുപത്രിയിൽ നിന്നും കുഞ്ഞിന്റെ സ്ഥിതി വഷളായതോടുകൂടി തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് അച്ഛനെയും അമ്മയും ആംബുലൻസിൽ കയറ്റിയില്ല എന്നുള്ളതായിരുന്നു കുടുംബം ആരോപിച്ചത്. പക്ഷേ അന്ന് ഈ സമയത്ത് കുഞ്ഞിന്റെ അമ്മാമ്മ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കയറ്റാതിരുന്നത്. അത് മാത്രമല്ല, ഡോക്ടർമാരെല്ലാവരും തന്നെ ഈ ആംബുലൻസിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകളെ ആംബുലൻസിലേക്ക് കയറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അപ്പോൾ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കയറ്റാതിരുന്നത് എന്നുള്ള ഒരു വിശദീകരണം കൂടി എന്തായാലും ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ കൃത്യമായ വിവരം, മരണകാരണം അറിയണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വരേണ്ടതുണ്ട്. ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകി, ചികിത്സാ പിഴവുണ്ടായിട്ടില്ല എന്നൊരു കാര്യമാണ് വിശദീകരിക്കുന്നത് ആശുപത്രി അധികൃതർ. സ്വന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.